ഉദ്ദേശിച്ചല്ലേ? കഴിഞ്ഞ വർഷം അവർ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് അത് നിരസിച്ചു കളഞ്ഞത്. അതെ അതെ. അവർ പറഞ്ഞത് വിസിറ്റിംഗ് റൂം ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് B+grade ആയത്. അല്ല സർ, അങ്ങനെയല്ല. B+grade അത്ര മോശം ഗ്രേഡ് അല്ല. പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പ് A+grade വാങ്ങണമെന്നത് എൻ്റെ ഒരു വാശിയാ. അതെ, സാറിന്റെ ഒരു ഹെൽപ്പ് വേണം. അതെ സർ. സാർ വിചാരിച്ച നടക്കും. ഓക്കെ സർ, താങ്ക് യു. പാരന്റ്സ് ഓഫീസ് സമയങ്ങളിൽ കാണാൻ സാധിക്കില്ല എന്ന് താങ്കൾ പറഞ്ഞില്ലേ? ഓ, വരാൻ പറയാം. ആരായിരിക്കും? Yes, fine. You? ഇല്ല, മനസ്സിലാവില്ല. ഞാൻ ആകെ മാറിപ്പോയി. ഒരു പക്ഷേ കോളേജ് റെക്കോർഡുകൾ പരിശോധിച്ചാൽ മാഡത്തിന് മനസ്സിലാവും ഞാൻ ഇവിടെ വരാൻ സർവ്വതാ യോഗ്യനാണെന്ന്. അതെങ്ങനെ? അതങ്ങനെ മാഡം ദയവായി കേൾക്കും. ഞാനാണ് വിദ്യാധരൻ. ഒരു പക്ഷെ ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങളെന്റെ പേര് പോലും പറഞ്ഞിരിക്കും. എന്റെ പേര് മറക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണല്ലോ. മാഡം, 18 വർഷം മുമ്പ് ഈ കോളേജിൽ ഞാൻ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ്. ഓഹോ, ഡയമണ്ട് ജൂബിലിക്ക് സഹായം തരാൻ വേണ്ടി. സഹായം? ഞാൻ അതിലൊന്നല്ല മാഡം വന്നത്. എന്റെ ആവശ്യം അതല്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ തന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റും ഈസിയുമല്ലാത്ത ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ എനിക്ക് മറ്റു സർട്ടിഫിക്കറ്റ്? ഓ, പിന്നെ എന്തിനാ താങ്കൾ വന്നത്? ഞാൻ അതിനല്ല വന്നത്. പിന്നെ 18 വർഷം മുമ്പ് ഇവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥി എന്ന നിലക്ക് എനിക്ക് പഠിക്കാൻ ചെലവായ പൈസ തിരിച്ചു കിട്ടണം. ഐ മീൻ റീഫണ്ട്. മേഡം, എനിക്ക് അർഹതപ്പെട്ട പണം എന്റെ ശക്തി. ഞാനൊരു ധനവാനായിരുന്നെങ്കിൽ എനിക്കത് ഉപേക്ഷിക്കാമായിരുന്നു. കഷ്ടകാലത്തിന് ഞാനൊരു ദരിദ്രനായി പോയി. എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടണം മേഡം. പച്ചയായി പറഞ്ഞാൽ എന്റെ പണം എനിക്ക് അവകാശപ്പെട്ട പണം. മനസ്സിലായോ? എന്ത് കാരണത്താൽ? എന്ത് കാരണത്താലല്ല, അതെ, എന്റെ കാശ് വാങ്ങി വെച്ചതല്ലാതെ നിങ്ങൾ എന്നെ ഇവിടെ ഒന്ന് പഠിപ്പിച്ചിട്ട് അത് തന്നെ. നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പറയുന്നു ഞാനൊരു വിദ്യാസമ്പന്നനാണെന്ന്. വാസ്തവമല്ല, ഞാൻ ഒന്നും ഇവിടുന്ന് പഠിച്ചിട്ടില്ല എന്നതാണ്. മാഡം, ഇത് ഏറ്റവും നവീനമായ ആശയം. ഇത് എന്റെ ബുദ്ധിയിൽ ഉദിച്ചതല്ല. അതെ, ഞാനിവിടെയാണല്ലോ പഠിച്ചത്. ഞാൻ മണ്ടനാണല്ലോ. എന്റെ ഒരു സുഹൃത്ത് അവനാണ് അല്പം മുമ്പ് ഈ ബുദ്ധി എനിക്ക് പറഞ്ഞു തന്നത്. അതെ, ഇന്ന് അവസാനത്തെ ഇന്റർവ്യൂ പരാജിതനായി ഞാൻ വിഷണ്ണനായി നിൽക്കുമ്പോൾ ഞാൻ അവരെ കണ്ടു. ഞങ്ങൾ ചായപ്പിടിയിൽ കയറി. ഞാൻ എന്നോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? അവനിപ്പോൾ വലിയ ഫോറിൻ എക്സ്ചേഞ്ചിലൂടെ ധാരാളം പണം സമ്പാദിക്കുന്നു. എന്റെ അറിവില്ലായതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു പോയി, എന്താണ് സുഹൃത്തെ ഈ ഫോറിൻ എക്സ്ചേഞ്ച്? അവൻ ഉച്ചത്തോടെ എന്റെ ഒരു നോട്ടം എന്നിട്ട് പറഞ്ഞു, വിദ്യാധര എനിക്ക് അല്പം തൃപ്തിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സിംഗപ്പൂർ ഡോളറിന് 60 പോയിന്റ് CNBC പറയുന്നു. ഞാൻ വിളിച്ചു നോക്കി. ഞാൻ ചോദിച്ചു, എടാ ഈ ഇടിവ് കൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ? അവനവൻ ചിരിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് ഈ വക കാര്യങ്ങളൊന്നും ഒരു ഒരുപാടില്ലാന്ന് മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യും, നീ പഠിച്ച കോളേജ് ചെയ്യും, എന്നിട്ട് നിന്റെ പ്രിൻസിപ്പാളിനോട് അടച്ച ഫീസൊക്കെ തിരിച്ചു തരാൻ. ഞാനിവിടെ ആലോചിച്ചു, എന്തുകൊണ്ടായി കൂടാ? കുട്ടനെ ഞാൻ ഫോട്ടോ വിളിച്ച് കയറി ഇവിടെ എന്റെ ഫീസ് തിരിച്ചാ. നിങ്ങളുടെ സുഹൃത്തിന്? എന്റെ സുഹൃത്തിനോ? എന്റെ സുഹൃത്തിന്
അവനെന്റെ ആത്മാർത്ഥ സുഹൃത്തിനെയാണ്. എന്താ സത്യം? നിങ്ങൾക്കുള്ള പൈസ കിട്ടിയാൽ ഞാൻ ഷെയർ മാർക്കറ്റിൽ ഒതുക്കി കളിക്കും, നേടും. പക്ഷേ ഇപ്പൊ എനിക്കതിനാവില്ല. കാരണം നിങ്ങൾ എന്നെ ഇവിടെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. നോൺസെൻസോ? ഇതാണ് വാർത്തായ കാര്യം. എന്ത് നോൺസെൻസ്? എന്തേ എന്തേ എന്തിനാ ഞാൻ അധ്യാപകനെ വിളിക്കേണ്ടത്? എന്തിനാണ് അധ്യാപകൻ ചോദിച്ചത്? നിങ്ങൾ വിളിച്ചോ? ഞാൻ എന്ത് കാരണത്താണ് മിസ്റ്റർ? എന്ത് കാരണത്താണ്? എന്റെ പണം വാങ്ങി വെച്ചതാ. നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചിട്ടില്ല. Are you serious, man? Yeah, serious. Serious. മിസ്റ്റർ, എനിക്ക് ഇവിടുത്തെ അധ്യാപകരുമായിട്ടൊന്ന് കൂടി ആലോചിച്ചു. പിടിച്ചോ. പക്ഷേ പെട്ടെന്ന് വേണം. എനിക്കധികം സമയമില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. ഇവിടുത്തെ അധ്യാപകരെല്ലാവരെയും വിളിക്കും. പറഞ്ഞത് ആകെ കേട്ട്. അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ്. കേട്ട മാത്രമല്ല ആരും ഞെട്ടിപ്പോകുന്നത്. ഇറ്റ് ഈസ് അൺബിലീവബിൾ. അല്പം മുമ്പ് ഒരു പൂർവ്വ വിദ്യാർത്ഥിനെ കാണാമെന്നിരുന്നു. വിദ്യാർത്ഥിനിൽ നിന്നോ മറ്റോടെ അയാളുടെ പേര് പറഞ്ഞു. വിദ്യയെ ധരിക്കുന്നവൻ ആരോ അവൻ. ബഹുബ്രീഹി സമാസം. പക്ഷേ അയാളൊരു കാര്യം ആവശ്യപ്പെട്ടു. അയാൾ ആവശ്യപ്പെട്ട കാര്യമേ ഇതുവരെ ഞാൻ എന്റെ അധ്യാപന ജീവിതത്തിൽ കേട്ടിട്ടില്ല. വളരെ വിചിത്രമായ ഒരു ആവശ്യം. Wants to refund his tuition fees. പക്ഷേ സാർ, അയാളൊരു മണ്ടനായതിനാൽ അയാൾക്ക് ഇതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ലത്രേ. അതുകൊണ്ട് അയാൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണെന്ന്. വിദ്യാധരൻ അയാളൊരു മണ്ടനായിരുന്നു. നമ്മളൊന്ന് കളിച്ചു. പക്ഷേ അയാളുടെ ആവശ്യം അയാൾക്ക് നമ്മളൊരു പരീക്ഷ നടത്തണം. ഒരു പുനഃപരീക്ഷ. അതാണ് രസം. അപ്പൊ ഈ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് നമുക്കൊന്ന് കൂടി ആലോചിക്കണം. അദ്ദേഹത്തിന്റെ ആവശ്യം തികച്ചും സ്വാഭാവികമാണ്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ഏതൊരു വ്യക്തിക്കും വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം നമ്മൾ അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്ക് എത്ര വിജ്ഞാനം കുത്തി നിറച്ചാലും കാലാന്തരത്തിൽ അതിന് ശോഷണം സംഭവിക്കാം. ഒരു പക്ഷേ അങ്ങനെ ആയിക്കൂടെ? എന്താണ് മാഡം, എന്തിനാണ്? മനുഷ്യന്റെ സാംസ്കാരിക വികാസത്തിൽ എവിടെയും വിജ്ഞാപന കാര്യം പ്രതിപാദിക്കുന്നില്ല.
എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് സഹിതമാണോ അദ്ദേഹം ഈ ഫണ്ട് അങ്ങനെയൊന്നും പരാമർശിച്ചില്ലല്ലോ. പക്ഷേ അയാൾ നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് നമ്മളൊരു പരീക്ഷ നടത്തണമത്രേ, ഒരു പുനഃപരീക്ഷ. അതെ, അതുവഴി അയാൾ ഇവിടെ നിന്നും പഠിച്ചിട്ടില്ലെന്ന് അയാൾ തെളിയിക്കുമത്രേ. കെമിസ്ട്രി പ്രൊഫസർ ആവശ്യം ആര് കൈകാര്യം ചെയ്യും? അതെങ്ങനെ ശരിയാകും സർ? ചരിത്രവും രസതന്ത്രവും പുലവൻ സംഭവിക്കുന്നുണ്ടല്ലോ. അതെ, പിന്നെ ഞാനോ? അങ്ങനെയാവട്ടെ. ചരിത്രത്തിലൂന്നിയുള്ള രസതന്ത്രം നിങ്ങൾ ആരൊക്കെയാണ് അവിടെ എനിക്ക് വണ്ടമാൻ? വിദ്യാധരൻ നമ്മെ അഭിവാദ്യം ചെയ്ത മാതൃക മഹനീയമാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഭവ്യതയും മറ്റൊരു തലത്ത് നടത്തേണ്ടാവുന്നു. madam. Morality is excellent. 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 എന്റെ പെരുമാറ്റം അച്ചടക്കം കണ്ടെന്ന് നിങ്ങൾ ആരും എന്നെ ജയിപ്പിക്കണ്ട. എത്രയും പെട്ടെന്ന് എന്നെ തോൽപ്പിച്ച് കാശ് തിരിച്ചറിഞ്ഞു. ആ നിങ്ങൾ അടവൊന്നും എനിക്കെടുത്ത് വേണ്ട. പെട്ടെന്ന് കാശ് തിരിച്ച എന്നെ അങ്ങോട്ട് ഇരുത്തണ്ട, ഞാനവിടെ നിന്നോളട്ടാ. രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഔപചാരികമായ എഴുത്ത് പരീക്ഷ ഇദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. വാചാ പരീക്ഷയാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇരിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ കായിക ക്ഷമതയാണ് വെളിവാക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഇദ്ദേഹത്തിന് എക്സലന്റ് ഗ്രേഡ് നൽകിയിരിക്കുന്നു. Physical fitness is excellent. ശരി, ഞാനും കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ അങ്ങനെ നോക്കണ്ട. ഇനി നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളെയും ഞാൻ അതിഗൗരവമായി എന്താണ് മണ്ടന്മാരെ ചോദിക്കൂ. നമുക്ക് ചരിത്രത്തിലുണ്ട്. പറയേണ്ട ചോദ്യങ്ങൾ ചോദിക്കും മണ്ടന്മാരെ. യെസ്, നമുക്ക് ചരിത്രത്തിലുള്ളതാണ്. ഓ സോറി കെമിസ്ട്രി. യെസ്, യു കൻ. അയ്യോ, ഒരു എളുപ്പല്ല ചോദ്യം ചോദിക്കാൻ പോലും ഒരു പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളൊക്കെ മണ്ട ചിരോമണികളാണ്.
എനിക്കറിയില്ല. എനിക്കറിയില്ലെന്ന് പറഞ്ഞു. മാഡം, ഇങ്ങനെയാണോ പരീക്ഷ നോക്കുന്നത്? ഇവരെല്ലാം എന്നെ സഹായിക്കാനല്ല നിൽക്കുന്നത്, ഇവരൊക്കെ എന്നെ ചതിക്കാനാണ് നിൽക്കുന്നത് മാഡം. ശരി ശരി, ഞാൻ ഇടപെടാം. സർ പ്ലീസ് യു ടേക്ക് യുവർ സീറ്റ് പ്ലീസ്. അതായത് നിങ്ങളുടെ ചോദ്യത്തെ 30 വർഷത്തെ കുരിശുദ്ധം എത്ര വർഷം നീളുന്നു എന്നാണ് നിങ്ങളുടെ ചോദ്യം. ഉത്തരം വളരെ സിമ്പിൾ. 7 മീറ്റർ. അങ്ങനെ ഞാൻ ഉത്തരം പറഞ്ഞിരിക്കുന്നു. എന്റെ കാശ് ഉണ്ടാ എന്റെ കാശുണ്ട അതെങ്ങനെ കറക്റ്റ് ആവും? അതെങ്ങനെ കറക്റ്റ് ആവും? സമയം കഴിഞ്ഞിട്ട് നമുക്ക് മീറ്ററിലേക്ക് പരിണാമപ്പെടുത്താം. അങ്ങനെ വരുമ്പോൾ 7 വർഷത്തെ 7 മീറ്ററിലേക്ക് നമുക്ക് പരിണാമപ്പെടുത്താം. അങ്ങനെ 30 വർഷത്തെ യുദ്ധം വെറും 7 വർഷം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. അത് തെറ്റാണ്. അത് തെറ്റാണ്. എന്നാൽ 30 വർഷം, അതായത് യുദ്ധം എന്നത് 24 മണിക്കൂറിൽ 12 മണിക്കൂർ മാത്രമേ നടക്കുന്നുള്ളൂ. അതിൽ തന്നെ തീറ്റയ്ക്ക് കുടിയുമായി ഒരു 3 മണിക്കൂറെങ്കിലും പോകുന്നേ. അതായത് 15 മൈനസ് 3 12ൽ പിന്നെ വെടിനിർത്തൽ ചർച്ച, ഉച്ചമയക്കം, അങ്ങനെയെല്ലാം കഴിയുമ്പോൾ ഇപ്രകാരം നമ്മൾ അപഗ്രഥിക്കുമ്പോൾ വിദ്യാധരൻ ഇവിടെ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. ഓർമ്മയില്ല. ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് പണ്ട് ഞങ്ങൾ വിളിച്ചൊരു പേരിട്ട് നരമോദി. ഒരു ദിവസവും ഞങ്ങളുടെ ക്ലാസ്സിൽ മലർന്നടിച്ചുള്ളത് ഓർമ്മയില്ല. അന്നേ ഡസ്റ്റിലൂടെ കയറി കിട്ടി നിങ്ങളെ മുന്നിൽ ഞങ്ങൾ അടങ്ങി നരമതി എന്നിട്ട് കഠിനമായി ചോദ്യം വിദ്യാർത്ഥ അതൊക്കെ ഞാൻ എന്നോ മാമോ, എനിക്ക് തന്നോട് ഒരു വിരോധമില്ല. അതുകൊണ്ട് എന്റെ ചോദ്യം, അതായത് നാം നടന്നു നീങ്ങുമ്പോൾ ഒരു പള്ളിമണി ഗോപുരം കാണുന്നു. സഞ്ചാരപഥത്തിൽ പള്ളിമണി ഗോപുരം ചെറുതായി ചെറുതായി വരുന്നു. യഥാർത്ഥത്തിൽ പള്ളി ഗോപുരം ചെറുതാകുന്നുണ്ടോ അതോ നമുക്ക് തോന്നുന്നതാണോ? ഐ മീൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. അയ്യാ, ഇത് തന്നെയല്ലേ പണ്ട് ചോദിക്കാൻ. ഒന്ന് വളരെ കഠിനം, മറ്റുള്ളത് എളുപ്പം. ഒറ്റവാക്കിൽ ഉത്തരം പറയൂ വിദ്യാധര. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ പണ്ട് എന്നെ കഴുത്തിൽ പിടിച്ച് തള്ളിയത് എനിക്ക് ഓർമ്മ വരുന്നു. നിങ്ങൾ ദുഷ്ടനാണ്, മനക്കഴുതയായ മനപൂഷ്. ഇതാണോ കണ്ടെത്തുക? അതെ, ഇതാണ് എന്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം. വിദ്യാധര, താൻ പറഞ്ഞ ഉത്തരം ഏകദേശം ശരിയാണ്. അതായത് വിദ്യാധരൻ കഴുത എന്ന് പറഞ്ഞുകൊണ്ട് കഴുത എന്ന രീതിയിൽ നമ്മുടെ ഈ ചോദ്യത്തെ വളരെ സ്പഷ്ടമായി ഉത്തരം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴുതയ്ക്ക് എപ്പോഴും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ വിദ്യാധരന്റെ ഉത്തരം ശരിയാണ്. ഇവിടെ എന്താ നടക്കുന്നത് മാഡം? ഇവിടെ ഇങ്ങനെയാണോ പരീക്ഷ നടത്തുന്നത്? Physics
ഇനി ഇംഗ്ലീഷാണ്. അല്ല ഇതാര് മദാമയോ? English is the international language. Let's speak in English. My first question is very simple. How many alphabets are there in English? For your convenience. English അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? കാക്കത്തോടായോ എന്നാൽ മനുഷ്യൻ കുട്ടി ചോദിച്ചത് ഫൂളാക്കാൻ. I'm testing your ability. കാക്കത്തോടായോ almost correct. അതെ Because അതായത് വിദ്യാധരൻ ഉത്തരം കൃത്യമായിട്ട് അറിയാം. പക്ഷേ ആ ഉത്തരത്തെ തന്റെ ഭാവന അനുസരിച്ച് പൊടിക്കും സ്വന്തം വെച്ച് 1900 എന്ന് ആലങ്കാരികമായി പറഞ്ഞു. we appreciate your imagination, Mr. Vidyadharan. My next question is, Shakespeare was a well-known playwright in English. അദ്ദേഹം ഏത് ഭാഷയിലാണ് ഈ രചനകൾ രചിച്ചിട്ടുള്ളത്? കൊങ്ങണി കൊങ്ങണി Konkani. Yeah, you are absolutely right. See, 19ാം നൂറ്റാണ്ടിൽ ഹംപിയിൽ നിന്ന് കണ്ടെടുത്ത നാടിയാടുകളിൽ ഷേക്സ്പിയറിന്റെ കഥകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ പല പ്രധാന കൃതികളും വിഖ്യാത കൃതികളും അദ്ദേഹം രചന നടത്തിയിട്ടുള്ളത് കൊങ്കണിയിലാണെന്നാണ്. Vidyadharan is excellent in English. Excellent. ഇനി അവശേഷിക്കുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഈ പരീക്ഷയിൽ കൂടെ ഇദ്ദേഹം വിജയിച്ചാൽ എല്ലാ വിഷയത്തിലും അത്യുത്തര വിജയം നേടി വിദ്യാധരൻ വിജയശ്രീലാളിതനാകും. ഇല്ല, നിങ്ങളെ കള്ളക്കൗശലങ്ങളെ ഞാൻ അതീവ ജാഗ്രതയോടെ നേരിടും. നടക്കാൻ പോകുന്നില്ല. ഭയപ്പെടാതിരിക്കൂ, ധൈര്യമായി നേരിടൂ നേരിടൂ. അതെ സാറേ, എന്റെ ഒരു വിചിത്രമായ രീതിയാണ്. 2 × 2 = 5 എപ്പടി അവസാനം കണക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് കണക്ക് എക്സലന്റ്, കറക്റ്റ്, മാത്തമാറ്റിക്സ് വെരി ഗുഡ്, ആൻസർ കറക്റ്റ് എന്നൊന്നും പറഞ്ഞത് ചുറ്റി പറഞ്ഞാൽ എനിക്ക് ഞാൻ മുമ്പത്തെ തയ്യാറെടുപ്പിലും നടത്തിയിട്ടില്ലെന്ന് കരുതി എന്നെ പറഞ്ഞയക്കുന്നതായിരിക്കും നല്ലത്. ശരി തന്നെ മിസ്റ്റർ വിദ്യാധരൻ, ഇവിടെ വളരെ ഗൗരവമായ ഒരു പരീക്ഷ നടക്കുമ്പോഴാണ് താങ്കളുടെ ഇത്തരം നിസ്സാരമായ വൃത്തികെട്ട തമാശകൾ. ഞാൻ താങ്കളോട് 2 ചോദ്യങ്ങൾ ചോദിക്കും. ഒന്ന് വളരെ ലളിതമായി, മറ്റേത് താരതമ്യേന വളരെ കഠിനമായി. ചോദ്യം ചോദിക്കൂ, കഴിയിൽ കുടഞ്ഞ മലപ്പാപ്പേ. എന്റെ ഏറ്റവും ലളിതമായ ചോദ്യം, നമ്മൾ പ്രകാശവേഗത്തെ എക്സ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ സൂര്യനിൽ നിന്നും സിറിയസിലേക്കുള്ള ദൂരത്തെ വൈ എന്നും രേഖപ്പെടുത്തുമ്പോൾ ഒരു കർഷകന്റെ സുന്ദരിയായ ഭാര്യ ഒരു പട്ടാളക്കാരന്റെ കൂടെ ഒളിച്ചോടും 222 ദിവസം ഒളിവിൽ താമസിച്ചാൽ അതിനെ നമുക്ക് രേഖപ്പെടുത്താമോ? അദ്ദേഹത്തെ തടയില്ല സാറേ. ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കും. സാർ. നിങ്ങൾ എന്റെ ചോദ്യം ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനത്തെ പിന്നെ ഇവിടെ നിൽക്കരുത്. നിങ്ങൾക്ക് ഉത്തരം അറിയോ?
എനിക്കറിയാം, സ്വാഭാവികമായും ഉത്തരം എനിക്കറിയാം. 2689 It's wrong answer. Yes. 2627 ലിറ്റർ. അതാണ് ശരി ഉത്തരം. എന്റെ കാശ് തിരിച്ചതാ, നിന്റെ കാശ് തിരിച്ചതാ, എന്റെ കാശ് തിരിച്ചതാ. Professor, what is this? മേഡം, എന്റെ പരീക്ഷയിൽ ഇയാൾ തോറ്റി. അതുകൊണ്ട് അയാളുടെ ട്യൂഷൻ ഫീസ് ഒക്കെ തിരിച്ചു കൊടുത്തത്. മാഡം, എനിക്ക് ചെക്ക് വേണ്ട, ക്യാഷ് ക്യാഷ് ക്യാഷ്. താങ്കൾ അങ്ങനെയാണ് ഇതൊരു വിശ്വവിഖ്യാതമായ കലാലയമാണ്. ഇതിന്റെ ഖ്യാതി നിലനിർത്തുന്നത് നമ്മൾ ഓരോരുത്തരുടെ അതുകൊണ്ട് ഈ പരീക്ഷയിൽ തോറ്റ മാണ്ടർ ട്യൂഷൻ ഫീസ് കൊടുക്കണം. വിദ്യാലയം നിങ്ങൾക്ക് ഇവിടെ നിന്നും എത്ര പണമാണ് ഫീസ്? സാർ, ഞാനത് കറക്റ്റായിട്ട് കാര്യപ്പെടുത്തില്ല. മൊത്തം 5 വർഷമാണല്ലോ ഞാൻ ഈ കോളേജിൽ പഠിച്ചത്. അതായത് 2 വർഷം പ്രീ ഡിഗ്രി, 3 വർഷം ഡിഗ്രി. അതായത് പ്രീ ഡിഗ്രി നമുക്ക് ക്വാർട്ടർലി ഫീസ് 2500 രൂപ വെച്ച് 2 വർഷത്തേക്ക് 20,000 രൂപ. ഓക്കെ. 3 വർഷം ഡിഗ്രി, അതായത് ക്വാർട്ടർലി ഫീസ് 3500 രൂപ. അപ്പോൾ 3 വർഷത്തേക്ക് 42,000 രൂപ. ഓക്കെ. മൊത്തം ട്യൂഷൻ ഫീസ് മാത്രം 62,000 രൂപ. പരീക്ഷ ഫീസ് 1500, സർട്ടിഫിക്കറ്റ്, ഡോക്യുമെന്റ്, റെക്കോർഡ്, സ്റ്റാമ്പ്, സ്റ്റേഷനറി മൊത്തം എല്ലാം കൂടി 6500 രൂപ. അങ്ങനെ അതെല്ലാം കൂടി നോക്കുമ്പോൾ 68,000 രൂപ. അത് സാർ, അത് അന്നത്തെ പൈസ. ഇന്നത്തെ പൈസ അത് 68,578 രൂപ. ഞാൻ അന്നത്തെ പൈസ തരുന്നു. വളരെ കൃത്യം മേഡം, കണക്കുകൾ കൃത്യം. മിസ്റ്റർ വിദ്യാധരൻ, നിങ്ങളൊരു ജീനിയസ്. മാത്തമാറ്റിക്സിൽ ഇത്രയും ജീനിയസ് ആയിട്ടുള്ള സ്റ്റുഡന്റ്. ഐ ആം പ്രൗഡ് ഓഫ് യു. റിയലി പ്രൗഡ് ഓഫ് യു. ബട്ട് മിസ്റ്റർ വിദ്യാധരൻ, ഇതായിരുന്നു എന്റെ ഏറ്റവും കഠിനമായ അവസാനം നിങ്ങളൊക്കെ കൂടി ശ്രദ്ധിച്ചിരിക്കുന്നു. എന്റെ ഏറ്റവും ലളിതമായ ചോദ്യത്തിന് താങ്കൾ ഉത്തരം എത്തിച്ചെങ്കിലും എന്റെ ഏറ്റവും കഠിനമായ ചോദ്യം നിങ്ങൾ ശരിയാക്കിയിരിക്കുന്നു. അവസാനം ഈ വിദ്യാർത്ഥിയുടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയാണ്. എല്ലാ ടീച്ചേഴ്സിനും കൊടുക്കും. മിസ്റ്റർ വിദ്യാർത്ഥി, we are proud of you. Madam, please. We wish us all success in your future life, Mr. Vidyardhan.
മല